ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും ഓർമ്മയിൽ സൂക്ഷിക്കണമേ. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് മാത്രമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്നതാവേ. ആമേൻ. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ച് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞതാണ്. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ന് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അച്ഛൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു തുടക്കമാണ്. 2026 പുതിയ ബിഷപ്പ് വന്നു കഴിയുമ്പോൾ ആ ബിഷപ്പ് ഈ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്യുകയും അതേ ദിവസം തിരുമേനി അഭിമന്യ തിരുമേനിയെ നാം സ്വാഗതം ചെയ്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഇവിടെ ചെയർമാനായിരിക്കുന്ന അഭിമന്യ തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും സ്വീകരണം നൽകുകയും അതേ ദിവസം ഗവർണിംഗ് കൗൺസിൽ പുതുതായി പണിതതും നവീകരിച്ചെടുത്തതുമായിട്ടുള്ള ബിൽഡിങ്സിൻ്റെ ഉദ്ഘാടനവും ഡെഡിക്കേഷനും അന്ന് പ്ലാൻ ചെയ്തതാണ്. നിദ്രകൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കും. ആദ്യ ഫലമാണ് ക്രിസ്തു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തുവാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത്, ലാസർ ഉയർത്തെഴുന്നേറ്റില്ലേ? യാക്കോബിന്റെ മകളെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ? അതോടൊപ്പം നൈറ്റ് ഉത്തരവിന്റെ മകൻ ഉയർത്തില്ലേ? അതേസമയം അവരെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അതേസമയം അവർക്ക് മരണപ്പെട്ടു പോയി കഴിഞ്ഞു. അവരെല്ലാം ഒരു പെരിഷബിൾ ബോഡിയുടെ ഉടമസ്ഥരായിരുന്നു. അത്യവൃത്തമുള്ള ദ്രവമുള്ള ശരീരം, ദ്രവിച്ചു പോകുന്ന ശരീരം. ആകെപ്പാടെ ലഭിച്ചത് മരിച്ചുപോയ ശരീരത്തിൽ ജീവൻ ലഭിച്ചു. അവര് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. അതേസമയം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ലഭിക്കുന്നത് ഒരു ഇംപെരിഷബിൾ ബോഡിയാണ്, അത്യവൃത്തമുള്ള ശരീരം. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഈ മരണത്തിന് വീണ്ടും അധീനനാകാതെ എല്ലാവർക്കും മരിച്ചാലും ജീവിക്കാനായിട്ടുള്ള സാധ്യത നൽകുന്ന ദൈവമായി പിതാവായ ദൈവത്തോടുണ്ട്. അതാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യ ഫലമായി അത് പറയുമ്പോൾ തന്നെ ഇനി ധാരാളം ഫ്രൂട്ട്സ് വരാനായിട്ടുണ്ട്. അത് ക്രമേണ വരുന്നതാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കർത്താവിന്റെ പിതാവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന സമയത്ത് മരിച്ചവർക്കെല്ലാം ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായിട്ട് നാം ഉയർത്തെഴുന്നേറ്റ് ആകാശ മേഖലയിൽ കർത്താവിന്റെ മനസ്സിൽ ചേരുന്നത് സുവിശേഷം പറയുന്ന ഒരു സംഗതിയാണ്. ദൈവമേ, ഈ രാത്രി ഏവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെ രാത്രിയാക്കി നൽകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പരമപിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
അടിയങ്ങളോടും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.